ഹായ് ഓൾ, വെൽക്കം ടു PSC റാങ്ക് അപ്പ്. ഇന്ന് നമുക്ക് വിമൻ CPO എക്സാമിൻ്റെ പ്രൊവിഷണൽ ആൻസർ കീ നോക്കാം. ക്വസ്റ്റ്യൻ കോഡ് A ആണ്. ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ പ്രവാചകൻ റൂസോ. ഏത് തിരുവിതാംകൂർ രാജാവിൻ്റെ ഭരണകാലത്താണ് പണ്ടാരപ്പാട്ട വിളംബരം? ഓപ്ഷൻ ബി ആയില്യം തിരുനാൾ. റഷ്യൻ വിപ്ലവം നടന്ന വർഷം 1917. 57 വിപ്ലവമായി പറയുന്നത് തെറ്റായ പ്രസ്താവനകൾ ഏതെല്ലാമാണ്? പൊട്ടിപ്പുറപ്പെട്ടത് സൂററ്റിലാണ്, തെറ്റാണ്. മീററ്റിലാണ്. ഡൽഹിയിൽ വിപ്ലവത്തിൻ്റെ നേതാവ് ബഹദൂർ ഷാ ടു, ശരിയാണ്. കാൺപൂർ വിപ്ലവത്തിൻ്റെ നേതാവ് കൺവർ സിംഗ്, അത് തെറ്റാണ്. നാനാ സാഹിബാണ്. അവധിലും ലക്നൌവിലും വിപ്ലവം നയിച്ചത് ബീഗം ഹസ്രത് മഹലായിരുന്നു, ശരിയാണ്. അപ്പോൾ തെറ്റായ പ്രസ്താവന 1ഉം 3ഉം. ഓപ്ഷൻ സി. സൈനിക സഹായ വ്യവസ്ഥ നടപ്പിലാക്കിയതാരാണ്? വെല്ലസ്ലി. കേരളത്തിലെ ഏത് ചരിത്ര സംഭവത്തിൻ്റെ 100-ാം വാർഷികമാണ് 2024 ആഘോഷിച്ചത്? വൈക്കം സത്യാഗ്രഹം 1924 ഗുരുവായൂരെന്നായിരുന്നു 1930-31. 2009 ഡിസംബറിൽ നേപ്പാൾ ഗവൺമെൻറ്റിൻ്റെ ക്യാബിനറ്റ് മീറ്റിംഗ് എവറസ്റ്റ് ബേസ് ക്യാമ്പിൽ വെച്ച് കൂടി. ഏത് വിഷയവുമായി ബന്ധപ്പെട്ട് ചർച്ച ചെയ്യാനായിരുന്നു എന്നാണ് ചോദ്യം. കാലാവസ്ഥാ വ്യതിയാനങ്ങളും ഹിമാനികളുടെ ഉരുകലും. ഓപ്ഷൻ സി ആണ് ആൻസറായി കൊടുത്തിരിക്കുന്നത്. ലോകത്തിൻ്റെ ധാന്യപ്പുര എന്നറിയപ്പെടുന്ന പ്രയറീസ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? കാനഡയിലും അമേരിക്കയിലുമായാണ് സ്ഥിതി ചെയ്യുന്നത്. കാനഡയിലും അമേരിക്കയിലുമായി സ്ഥിതി ചെയ്യുന്നു. ഓപ്ഷൻ എ ആണ് ശരി ഉത്തരം. അടുത്തത്, ന്യൂഡൽഹിയിൽ 2023 കൂടിയ G20 രാജ്യ കൂട്ടായ്മ പ്രധാന മുദ്രാവാക്യം എന്തായിരുന്നു? ഒരു ഭൂമി, ഒരു കുടുംബം, ഒരു ഭാവി. ഓപ്ഷൻ ഡി. ഇന്ത്യ വിഭജനത്തെ അടിസ്ഥാനമാക്കി പമേല റോക്ക് സംവിധാനം ചെയ്ത ചലച്ചിത്രം ട്രെയിൻ ടു പാകിസ്ഥാൻ. ഓപ്ഷൻ എ. ജമ്മു കാശ്മീരിൽ ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തിയിലുള്ള ബാംഗ്ലിഹാർ അണക്കെട്ട് ഏത് നദിയിൽ സ്ഥിതി ചെയ്യുന്നു? ഓപ്ഷൻ ഡി. ചെനാബ്. 2025 മെയ് 2 പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്ത വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ പ്രധാന സവിശേഷത എന്താണ്? എല്ലാം ശരിയാണെന്നാണ്. ഓപ്ഷൻ ഡി ആണ് ശരി. ഇന്ത്യയിലെ ആദ്യത്തെ ആഴക്കടൽ ഷിപ്പ്മെൻറ്റ് തുറമുഖം, ഇന്ത്യയിലെ ആദ്യത്തെ ഓട്ടോമേറ്റഡ് തുറമുഖം, അന്താരാഷ്ട്ര ഷിപ്പിംഗ് പാതയോട് നേരിട്ട് സ്ഥിതി ചെയ്യുന്ന ഏക ഇന്ത്യൻ തുറമുഖം, ഇന്ത്യയിലെ ഏറ്റവും ആഴമേറിയ ബ്രേക്ക് വാട്ടർ. ഓപ്ഷൻ ഡി. ഇന്ത്യയിൽ പുത്തൻ സാമ്പത്തിക നയവുമായി ബന്ധമില്ലാത്തത് ഏതാണ്? 91 ആരംഭിച്ചു, ശരിയാണ്. ആഗോളവൽക്കരണം, ശരിയാണ്. നരസിംഹം റിപ്പോർട്ടും ശരിയാണെന്നാണ്. അപ്പോൾ ബന്ധമില്ലാത്തത് ഓപ്ഷൻ ഡി. 4 മാത്രം എന്നാണ് പ്രൊവിഷണൽ ആൻസർ കീ. ട്രിറ്റിക്കം ഏസ്റ്റിവം ഏതിൻ്റെ ശാസ്ത്രീയ നാമമാണ്? ഓപ്ഷൻ ബി. ഗോതമ്പ്. 15 റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയെക്കുറിച്ച് താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായത്? 35 സ്ഥാപിതമായി. ബാങ്കുകളുടെ ബാങ്ക്. ആസ്ഥാനം മുംബൈ. ധനനയം നിയന്ത്രിക്കുന്നു എന്നുള്ളതാണ് തെറ്റ്. പണനയമാണ് നിയന്ത്രിക്കുന്നത്. അപ്പോൾ ഓപ്ഷൻ 1, 2, 3 എന്നാണ് വരേണ്ടത്. ഇവിടെ കൊടുത്തിരിക്കുന്നത് 1, 2, 4 ശരിയെന്നാണ്. ചലഞ്ച് ചെയ്യാവുന്ന ക്വസ്റ്റ്യനാണ്. അടുത്തത്, 16 ഏഷ്യൻ ഗെയിംസ് 2023 താഴെ തന്നിരിക്കുന്നത് ശരിയല്ലാത്തത്. 3-ാം സ്ഥാനം എന്നുള്ളതാണ് ശരിയല്ലാത്തത്. ഇന്ത്യക്ക് 28 സ്വർണം. ചൈനയിൽ ഹാങ്സ്വിൽ നടന്നു. അടുത്തത് ജപ്പാനിൽ നടക്കും. ഏഷ്യൻ ഗെയിംസ് അടുത്തത് നടക്കുന്നത് ജപ്പാനിലാണ്. ഹരിത വിപ്ലവവുമായി ബന്ധപ്പെട്ട് ശരിയല്ലാത്തത് ഏത്? ശരിയല്ലാത്തത് 1980 കാലഘട്ടത്തിൽ ആരംഭിച്ചു എന്നുള്ളതാണ്. അത് 60-നും 70-നും ഇടയിൽ എന്നാണ് പറയേണ്ടത്. പക്ഷേ ഡോക്ടർ MS സ്വാമിനാഥൻ എന്നുള്ളതും തെറ്റായിട്ടാണ് S സ്വാമിനാഥൻ എന്ന് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിൽ ശരിയല്ലാതെ ഇപ്പോൾ ഓപ്ഷൻ സി ആണ് വന്നിരിക്കുന്നത്. ആകെ 1980 കാലഘട്ടത്തിൽ ആരംഭിച്ചു എന്നുള്ളത് മാത്രം തെറ്റായി കൊടുത്തിരിക്കുന്നു. ഇനി അടുത്തത്, അമൃതകാൽ ഏത് ആശയവുമായി ബന്ധമില്ലാത്തതാണ്? 2022-23 യൂണിയൻ ബജറ്റുമായി ബന്ധമില്ല. അപ്പോൾ ഇന്ത്യ അറ്റ് 100ഉം 25 വർഷ കാലഘട്ടം സപ്തഋഷി എന്നുള്ളതുമായി ബന്ധമുണ്ടെന്ന് പഠിച്ചു വയ്ക്കും. ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ ആദ്യ സമ്മേളനം 1946 ഡിസംബർ 9. വിദ്യാഭ്യാസ അവകാശത്തെ സംബന്ധിച്ച് ശരി. 86-ാം ഭരണഘടനാ ഭേദഗതി 2010 നിലവിൽ വന്നത്. 21A അനുച്ഛേദത്തിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഇത് ആണ് ശരി. അപ്പോൾ എ ആണ് ആൻസർ. ഇന്ത്യൻ ഭരണഘടനയിൽ നീതിന്യായ പുനരവലോകനം എന്ന ആശയം എടുത്തിരിക്കുന്നത്? ജുഡീഷ്യൽ റിവ്യൂ, അമേരിക്ക. ഇപ്പോഴത്തെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ V രാമസുബ്രഹ്മണ്യം. നമ്മൾ കറണ്ട് അഫയേഴ്സ് ക്ലാസ്സിൽ എടുത്തിട്ടുണ്ട്. ഇന്ത്യയുടെ സ്വതന്ത്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പ് 324. ഓക്കെ. താഴെ തന്നിരിക്കുന്നതിൽ സ്വത്തവകാശത്തെക്കുറിച്ച് ശരിയല്ലാത്തത്? മിക്ക പരീക്ഷയ്ക്കും ചോദിക്കാറുണ്ട് 42, 44. അപ്പോൾ ഇവിടെ ചോദിച്ചിരിക്കുന്നത് 44-ാം ഭേദഗതിയാണ്. അപ്പോൾ അത് 300A ആണ്. അപ്പോൾ 1ഉം 2ഉമാണ് തെറ്റെന്ന് കൊടുത്തിരിക്കുന്നത്. ശരിയല്ലാത്തതാണ് ചോദിച്ചിരിക്കുന്നത്. വോട്ടവകാശം 21-ൽ നിന്ന് 18 കുറച്ചത് 89-ലെ 61-ാം ഭേദഗതി. അപ്പോൾ നമുക്ക് 10th ലെവലിലുള്ള എക്സാമിനും പറഞ്ഞിരിക്കുന്ന എല്ലാ ഭേദഗതികളും കറക്റ്റായിട്ട് പഠിക്കുക. സംസ്ഥാന ലിസ്റ്റിൽ ഉൾപ്പെട്ട വിഷയം യൂണിയൻ ലിസ്റ്റിലേക്ക് മാറ്റാൻ ആരുടെ അനുവാദമാണ് വേണ്ടതെന്ന് ചോദിച്ചാൽ രാജ്യസഭ. ഇന്ത്യൻ വൈസ് പ്രസിഡൻറ്റിനെ സംബന്ധിച്ച് ശരിയായിട്ടുള്ള പ്രസ്താവനകൾ. വൈസ് പ്രസിഡൻറ്റ് രാജ്യസഭയുടെ എക്സ് ഒഫീഷ്യോ ചെയർമാനാണ്, ശരി.
വൈസ് പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ സംസ്ഥാന നിയമനിർമ്മാണ സഭകളും പങ്കെടുക്കുന്നു. അത് തെറ്റ്. ഇംപീച്ച്മെന്റ് നടപടിയിലൂടെയാണ് വൈസ് പ്രസിഡന്റിനെ ഔദ്യോഗിക സ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്യുന്നത്. ശരിയാണ്. അപ്പോൾ ഓപ്ഷൻ എ ആണ് ശരി. അടുത്തത് ലോക തണ്ണീർത്തട ദിനം എന്നാണ്? ഫെബ്രുവരി 2. സംസ്ഥാന ധനകാര്യ കമ്മീഷനെക്കുറിച്ച് താഴെ തന്നിരിക്കുന്നതിൽ നിന്ന് ശരിയായത് കണ്ടെത്തുക. 94 കേരള പഞ്ചായത്ത് രാജ് നിയമം സെക്ഷൻ 186 ശരി. 94 കേരള മുനിസിപ്പാലിറ്റി നിയമം സെക്ഷൻ 205. അപ്പോൾ 186 205. അപ്പോൾ ഓപ്ഷൻ ഡി 1ഉം 2ഉം ശരി. കേരള ദുരന്ത നിവാരണ അതോറിറ്റി രൂപം കൊണ്ട വർഷം 2007 മെയ് 4. 2007 മെയ് 4 കേരള ദുരന്ത നിവാരണ അതോറിറ്റി. കേരള പഞ്ചായത്തി രാജ് ആക്ട് നിലവിൽ വന്നത് 1994 ഏപ്രിൽ 23. മലമ്പനിയുടെ പ്രധാന ലക്ഷണമാണ് ഒന്നിടവിട്ട ദിവസങ്ങളിൽ വരുന്ന വിറയലോട് കൂടിയ പനി. ഇതിന് കാരണം ഓപ്ഷൻ സി ഹീമോസോയിൽ. HIV ബാധ കണ്ടെത്താൻ ചെയ്യുന്ന ടെസ്റ്റ് എലീസ. പ്രസവശേഷം ആദ്യമായി ഉൽപ്പാദിപ്പിക്കുന്ന മുലപ്പാലാണ് കൊളസ്ട്രോൾ. ഇതിലടങ്ങിയ ഇമ്മ്യൂണോഗ്ലോബുലിൻ IgA. രക്തത്തിലെ ഗ്ലൂക്കോസിൻ്റെ നില നിയന്ത്രിക്കുന്ന ഹോർമോൺ ഇൻസുലിൻ ഗ്ലൂക്കഗോൺ. ക്യാൻസർ പ്രതിരോധത്തിന് 9 മുതൽ 14 വയസ്സ് വരെ കുട്ടികൾക്ക് നൽകുന്ന വാക്സിൻ HPV. വംശനാശ ഭീഷണി നേരിടുന്ന കേരളത്തിലെ ഭൂഗർഭ മീനുകൾ ക്രിപ്റ്റോഗ്ലാനിസ് ഷാജി, ഹൊറാഗ്ലാനിസ് അബ്ദുൽ കലാമി, പാൻജിയോ ഭൂജിയ, എനിഗ്മ ചന്ന കൊല്ലം. എല്ലാം ശരിയാണ്. ഓപ്ഷൻ ഡി. ഒരു വലിയ വെള്ളച്ചാട്ടത്തിൻ്റെ അടിയിലുള്ള വെള്ളത്തിൻ്റെ താപനില മുകളിലുള്ള വെള്ളത്തിൻ്റെ താപനിലയേക്കാൾ കൂടുതലാണ്. കാരണം വീഴുന്ന വെള്ളത്തിൻ്റെ ഗതികോർജ്ജം താപമായി പരിവർത്തനം ചെയ്യപ്പെടുന്നു. അടിയിലുള്ള വെള്ളത്തിൻ്റെ താപനിലയാണ് കൂടുതൽ. അത് വീഴുന്ന വെള്ളത്തിൻ്റെ ഗതികോർജ്ജം താപമായി പരിവർത്തനം ചെയ്യപ്പെടുന്നതാണ് കാരണം. അടുത്തത് അന്തരീക്ഷ മർദ്ദത്തിൽ വെള്ളം 100 ഡിഗ്രി സെൽഷ്യസിൽ തിളയ്ക്കും. മർദ്ദം കുറഞ്ഞാൽ കുറഞ്ഞ താപനിലയിൽ തിളയ്ക്കും. പ്രകാശത്തിൻ്റെ സ്വഭാവമല്ലാത്തത് സഞ്ചരിക്കാൻ മാധ്യമം ആവശ്യമാണെന്നുള്ളതാണ്. അതിനാവശ്യമില്ല. സ്റ്റാർഷിപ്പ് ബഹിരാകാശ പേടകം ഏത് ഏജൻസി നിർമ്മിച്ചതാണ്? SpaceX. സോഡിയം കാർബണേറ്റ് ലായനിയുടെ pH മൂല്യം 7ന് മുകളിൽ. Ne2CO3 സോഡിയം കാർബണേറ്റ്. ഓക്കെ. അറ്റോമിക് സംഖ്യ 23 ഉള്ള മൂലകം ആവർത്തന പട്ടികയിൽ ഏത് ബ്ലോക്കിൽ പെടും? ഡി ബ്ലോക്ക്. ഓപ്ഷൻ സി. 90 ഗ്രാം ജലത്തിൽ എത്ര മോൾ അടങ്ങിയിട്ടുണ്ട്? ഓപ്ഷൻ എ 5. ഇലക്ട്രിക് അയൺ ബോക്സിലെ ഹീറ്റിംഗ് എലമെൻറ്റ് നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ലോഹസങ്കരം ഏത്? ബി നിക്രോം. രാജാ രവിവർമ്മയെക്കുറിച്ച് പ്രസ്താവനകളിൽ ശരി. പാശ്ചാത്യ ചിത്രകലാ ശൈലിയിൽ നിപുണൻ. ശരിയാണ്. പ്രശസ്തമായ ചിത്രം ശകുന്തള. ശരി. കിളിമാനൂർ കൊട്ടാരത്തിൽ ജനിച്ചു. അവയെല്ലാം ശരിയാണ്. ഡി ഓപ്ഷൻ. എൻ്റെ ഗുരുനാഥൻ എന്ന കവിത താഴെ നൽകിയിരിക്കുന്നതിൽ ഏത് സമാഹാരത്തിൽ നിന്നാണ് എടുത്തിരിക്കുന്നത്? ഓപ്ഷൻ ബി സാഹിത്യമഞ്ജരി 4ാം ഭാഗം. ക്ലാസിക് പ്രസ്ഥാനത്തിലെ റൊമാൻറ്റിക് കാവ്യമെന്നും റൊമാൻറ്റിക് പ്രസ്ഥാനത്തിലെ ക്ലാസിക് കാവ്യമെന്നും വിശേഷിപ്പിക്കുന്ന കൃതി നളചരിതം ആട്ടക്കഥ. ഓപ്ഷൻ ബി. 2025 ചാമ്പ്യൻസ് ട്രോഫി ഏകദിന ക്രിക്കറ്റുമായി ബന്ധപ്പെട്ട് തെറ്റ് ഏതാണ്? രോഹിത് ശർമ്മയെ ടൂർണമെൻറ്റിലെ താരമായി തിരഞ്ഞെടുത്തു എന്നുള്ളതാണ് തെറ്റ്. ന്യൂസിലൻഡിനെതിരെ ഇന്ത്യക്ക് 4 വിക്കറ്റിൽ ജയം. ശരിയാണ്. ചാമ്പ്യൻസ് ട്രോഫിയിൽ ഇന്ത്യയുടെ 3ാം കിരീടമാണ്. അതും ശരിയാണ്. അപ്പോൾ ഓപ്ഷൻ ഡി 3 മാത്രം തെറ്റ്. ശരിയായ പ്രസ്താവന കണ്ടെത്തുക. ആൻ മക്ലെയിനും നിക്കോൾ അയേഴ്സിനുമൊപ്പം സുനിത വില്യംസും ബുച്ച് വിൽമോറും ബഹിരാകാശത്ത് നിന്നും ഫ്ലോറിഡയുടെ തീരക്കടലിൽ ഇറങ്ങി. ഒരു യൂറോപ്യൻ സ്പേസ് ഏജൻസിയാണ് SpaceX. 286 ദിവസത്തെ ബഹിരാകാശവാസത്തിന് ശേഷമാണ് സുനിത വില്യംസും ബുച്ച് വിൽമോറും ഭൂമിയിലെത്തിയത് എന്നാണ്. അതാണ് തെറ്റ്. ഓപ്ഷൻ ബി. 51 മാക്സ് ആണ്. 3/8ൻ്റെ ദശാംശ രൂപം. ഓപ്ഷൻ ബി. അടുത്ത ചോദ്യം 5% വാർഷിക നിരക്ക് എന്നുള്ള ചോദ്യം. ഓപ്ഷൻ ഡി 2205 രൂപ. ഒരു ദ്രാവകത്തിൽ ആസിഡും വെള്ളവും 4:3 എന്ന അംശബന്ധം. ചോദ്യത്തിൻ്റെ ആൻസർ ഓപ്ഷൻ ബി 6:18. അടുത്ത ചോദ്യം അപ്പുവിൻ്റെ അമ്മയുടെയും പ്രായം. അതിൽ ഇപ്പോൾ അപ്പുവിൻ്റെ പ്രായം എന്താണെന്നുള്ള ചോദ്യം. ഓപ്ഷൻ ബി 3. കോണുകളുടെ തുക 8100 ആയ ബഹുഭുജത്തിൻ്റെ വശം. ഓപ്ഷൻ സി 47. ഒരു സമചതുരത്തിൻ്റെ വികർണത്തിൻ്റെ നീളം വശത്തിൻ്റെ നീളത്തിന് എത്ര മടങ്ങാണ്? ഓപ്ഷൻ ഡി √2. ക്ലോക്കിലെ സമയം 10:30. മിനിറ്റ് സൂചിയും മണിക്കൂർ സൂചിയും തമ്മിൽ കോണളവ് 135. 0.25/6 ഏത് എണ്ണൽ സംഖ്യ കൊണ്ട് ഗുണിച്ചാൽ 0.25/4 കിട്ടും? 16. 3നും 89നും ഇടയിൽ എന്ന ചോദ്യം. 2 സംഖ്യകൾ ചേർക്കുക എന്നുള്ള ചോദ്യം. ഓപ്ഷൻ എ 9:27. ഒരു വാഹനം യാത്രയുടെ ആദ്യത്തെ 120 കിലോമീറ്റർ 30 km/hലും അടുത്തത് 120 കിലോമീറ്റർ 220 km/hലും ശരാശരി വേഗം എത്രയാണെന്നാണ്? ഓപ്ഷൻ ബി 24. BNS പ്രകാരം ഒരു ശിക്ഷ നടപ്പാക്കുമ്പോൾ ഏകാന്ത തടവ് ഒരു സാഹചര്യത്തിലും 14 ദിവസത്തിൽ അധികരിക്കാൻ പാടില്ല. ഓപ്ഷൻ എ. BNSൻ്റെ ഏത് അധ്യായമാണ് ക്രമസമാധാനവും ശാന്തതയും നിലനിർത്തുന്നതിനെക്കുറിച്ച് പറയുന്നത്? ഓപ്ഷൻ ബി അധ്യായം 11. കേരള പോലീസ് ആക്ട് പ്രകാരം സംസ്ഥാന സുരക്ഷാ കമ്മീഷൻ സെക്രട്ടറി സംസ്ഥാന പോലീസ് മേധാവി. ഓപ്ഷൻ സി. ഒരു വ്യക്തി വധശിക്ഷയോ ജീവപര്യന്തം തടവോ ലഭിക്കാവുന്ന ഒരു കുറ്റകൃത്യം ചെയ്യാനുള്ള ഗൂഢാലോചന മറച്ചുവെക്കുകയും ആ കൃത്യം നടക്കുകയും ചെയ്താൽ അയാൾക്ക് ലഭിക്കാവുന്ന പരമാവധി ശിക്ഷ. ഓപ്ഷൻ ഡി 7 വർഷം വരെ തടവ്. അടുത്തത് BNSൽ
ഡാഷ് അറസ്റ്റ് ചെയ്യപ്പെട്ട വ്യക്തിയെ അറസ്റ്റിനുള്ള കാരണങ്ങളും ജാമ്യത്തിനുള്ള അവകാശവും അറിയിക്കേണ്ടതാണ്. ഏത് സെക്ഷൻ എന്നാണ് ചോദ്യം? സെക്ഷൻ 47. 66. കേരള പോലീസ് ആക്ട് സെക്ഷൻ 64 താഴെ പറഞ്ഞിരിക്കുന്നവയിൽ എന്തിനെ വിശദീകരിക്കുന്നു? ബി. കമ്മ്യൂണിറ്റി പോലീസിംഗ്. പോലീസ് ഉദ്യോഗസ്ഥനോട് നടത്തുന്ന കുറ്റസമ്മതം ഏതെങ്കിലും കുറ്റകൃത്യത്തിൽ കുറ്റാരോപിതനായ വ്യക്തിക്കെതിരെ തെളിയിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിരിക്കുന്ന സെക്ഷൻ 23. ഓപ്ഷൻ സി. അടുത്തത്, ആരെങ്കിലും ആംഗ്യമോ തയ്യാറെടുപ്പോ മുഖേന ഒരു വ്യക്തിക്ക് തനിക്കെതിരെ ക്രിമിനൽ ബലപ്രയോഗം നടത്താൻ പോകുന്നുവെന്ന് മനസ്സിലാക്കാവുന്ന അത്തരത്തിൽ ഭയമുളവാക്കുകയോ ചെയ്താൽ അയാൾ ആക്രമണം എന്ന കുറ്റം ചെയ്തിരിക്കുന്നു. ഓപ്ഷൻ സി. ഭാരതീയ സാക്ഷ്യ അധിനിയമം പ്രകാരം കാരിക്കേച്ചർ ഒരു രേഖയാണ്. ഓപ്ഷൻ എ. ഒരു ഗ്രാമത്തിൻ്റെ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് നിയമപ്പെട്ടിരിക്കുന്ന ഓരോ ഉദ്യോഗസ്ഥനും അടുത്തുള്ള മജിസ്ട്രേറ്റിനെയോ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിലോ അറിയിക്കേണ്ട വസ്തുതകൾ. ഓപ്ഷൻ എക്സും വൈയും ശരിയാണ്. ഓപ്ഷൻ സി ആണ് എക്സ് ആൻഡ് വൈ. അടുത്തത്, ആരാണ് ട്രാഫിക് സംരക്ഷണ സമിതിയുടെ അധ്യക്ഷൻ? ബി. തദ്ദേശ ഭരണത്തലവൻ. ഒന്നിലധികം കുട്ടികളെ കടത്തുന്നത് ഉൾപ്പെടുന്ന കുറ്റകൃത്യത്തിന് ലഭിക്കാവുന്ന കുറഞ്ഞ ശിക്ഷ എന്താണ്? ഓപ്ഷൻ 14 കൊല്ലത്തിൽ കുറയാത്ത കഠിന തടവ്. NDPS നിയമം ആർക്കെല്ലാം ബാധകമാകും? ഇന്ത്യക്ക് പുറത്തുള്ള ഏതൊരു ഇന്ത്യൻ പൗരനും. 1985 നാർക്കോട്ടിക് ഡ്രഗ്സ് ആൻഡ് സൈക്കോട്രോപിക് സബ്സ്റ്റൻസ് ആക്ടിലെ സെക്ഷൻ 31A പ്രകാരം വധശിക്ഷ ഏതൊക്കെ കുറ്റങ്ങൾക്കാണ്? സെക്ഷൻ 19, 24, 27A. ഓപ്ഷൻ എ. 75. ട്യൂഷൻ സെൻ്റർ നടത്തുന്ന മിസ്റ്റർ ബിക്കെതിരെ മിസ്റ്റർ എ തെറ്റായ പരാതി നൽകുന്നു എന്നുള്ള ചോദ്യം. ഓപ്ഷൻ ബി ആണ് ആൻസർ. പോക്സോ ആക്ട് സെക്ഷൻ 22 പ്രകാരം തെറ്റായ പരാതി നൽകിയതിന് 6 മാസം വരെ തടവ്. പോക്സോയെ സംബന്ധിച്ച് പറയുന്നതിൽ ഏതാണ് ശരി? ഓപ്ഷൻ ഡി ആണ്. പോക്സോ ആക്ട് പ്രകാരം രൂപീകരിച്ച പ്രത്യേക കോടതിയുടെ അനുമതിയില്ലാതെ ഒരു മാധ്യമത്തിലെ റിപ്പോർട്ടർ ഇരയായ കുട്ടിയുടെ പേര് വെളിപ്പെടുത്താൻ പാടില്ല. അടുത്തത്, ബിയുടെ കമ്പ്യൂട്ടറിൽ സൂക്ഷിച്ചിരിക്കുന്ന വിവരങ്ങൾ അനുവാദമില്ലാതെയും വഞ്ചനാപരവുമായി ഡൗൺലോഡ് ചെയ്തത്. ഓപ്ഷൻ എ ആണ് ആൻസർ തന്നിരിക്കുന്നത്. 66 പ്രകാരം എയിൽ ക്രിമിനൽ ബാധ്യതയ്ക്ക് വിധേയമാക്കാം. 66 പ്രകാരം എ. അടുത്തത്, ആശയവിനിമയ സേവനത്തിലെ കുറ്റകരമായ സന്ദേശങ്ങൾ അയക്കുന്നതിനുള്ള ശിക്ഷ. 66A. ഐഡൻറ്റിറ്റി മോഷണത്തിനുള്ള ശിക്ഷ. 66C. കമ്പ്യൂട്ടർ റിസോഴ്സ് ഉപയോഗിച്ച് ആൾമാറാട്ടം നടത്തി വഞ്ചിച്ചാലുള്ള ശിക്ഷ. 66D. സ്വകാര്യത ലംഘിക്കുന്നതിനുള്ള ശിക്ഷ. 66E. ഓപ്ഷൻ സി ആണ് ആൻസർ. അടുത്തത്, വിവരാവകാശ നിയമവുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി? സംസ്ഥാന വിവരാവകാശ ഉദ്യോഗസ്ഥൻ മൂന്നാം കക്ഷി വിവരങ്ങൾ ഏതെങ്കിലും വ്യക്തിക്ക് നൽകാൻ ഉദ്ദേശിക്കുന്നുവെങ്കിൽ വിവരം ആവശ്യപ്പെട്ട് 10 ദിവസത്തിനുള്ളിൽ ആ മൂന്നാം വ്യക്തിക്ക് രേഖാമൂലം അറിയിപ്പ് നൽകണം. അത് തെറ്റാണ്. 5 ദിവസത്തിനുള്ളിലാണ് നൽകേണ്ടത്. പിന്നെ മൂന്നാം കക്ഷി വിവരങ്ങൾ ഒരിക്കലും വെളിപ്പെടുത്താൻ പാടില്ല എന്ന് പറയുന്നത് തെറ്റാണ്. വിവരം നൽകാൻ തീരുമാനം നോട്ടീസിൽ അപ്പീൽ നൽകാൻ കഴിയില്ല എന്ന് പറയുന്നത് തെറ്റാണ്. അപ്പോൾ പറഞ്ഞവ ഒന്നും ശരിയല്ല. ഓപ്ഷൻ ഡി. വിവരാവകാശ ഉദ്യോഗസ്ഥന് വിവരങ്ങളിലേക്കുള്ള ലഭ്യത നിഷേധിക്കാൻ സാധ്യതയുള്ള സാഹചര്യം സംസ്ഥാനവുമായി ബന്ധമില്ലാത്ത ഒരു വ്യക്തിയുടെ പകർപ്പവകാശം ലംഘിപ്പിക്കുമ്പോൾ. ഓപ്ഷൻ സി. പ്രേക്ഷകൻ. ഓപ്ഷൻ സി ആണ് പ്രേക്ഷക. അടുത്തത്, നിഷ്ഫല യത്നം. ഓപ്ഷൻ ബി. കാകദന്ത ഗവേഷണം. നിരാമയം. ഓപ്ഷൻ ഡി. നിർപ്ലസാമയം. സമത എന്ന വാക്കിന് സമാനാർത്ഥം. ഓപ്ഷൻ ബി. തുല്യത. 12 വർഷക്കാലം എന്നതിൻ്റെ ഒറ്റപ്പദം. ഓപ്ഷൻ എ. വ്യാഴവട്ടം. ബഹുത്വ സൂചന നൽകുന്നത്. ഓപ്ഷൻ സി. ചൊന്നവർ. ശുദ്ധരൂപം തന്നിരിക്കുന്നത്. ഓപ്ഷൻ ബി. അഷ്ടമുഷ്ടി. മുല്ലപ്പൂമ്പൊടി ഏറ്റുകിടക്കും കല്ലിനും ഉണ്ടാം സൗരഭ്യം എന്ന് പറയുന്നത്. ഓപ്ഷൻ ഡി. പാലോട് ചേർന്ന വെള്ളവും പാലാകും. അടുത്തത്, പ്രിമിറ്റീവ്. ഓപ്ഷൻ ബി. പ്രാകൃതമായ. കാട്. കാനനം, ഗഹനം, വിപിനം. ഓപ്ഷൻ സി. ഇൻഡയറക്റ്റ് സ്പീച്ച് ആക്കുക. ഓപ്ഷൻ സി. ദ ടീച്ചർ സെഡ് ദാറ്റ് ദ എർത്ത് റിവോൾവ്സ് അറൗണ്ട് ദ സൺ. അപ്പോൾ അതൊരു യൂണിവേഴ്സൽ ട്രൂത്താണ്. അപ്പോൾ നമ്മളത് റിപ്പോർട്ട് ചെയ്ത് പറയുമ്പോൾ അതുപോലെ തന്നെ പറഞ്ഞാൽ മതി. അടുത്തത്, എറർ കണ്ടുപിടിക്കുക. ഇല്ലാത്ത സെൻറ്റൻസ് കണ്ടുപിടിക്കുക. ഐ ഹാവ് ബീൻ വർക്കിംഗ് ഹിയർ സിൻസ് 2019. അടുത്തത്, പിക്ക് ദ കറക്റ്റ് കമ്പാരറ്റീവ് ഡിഗ്രി സെൻറ്റൻസ്. മൈ കാർ ഈസ് ഫാസ്റ്റർ ദാൻ യുവേഴ്സ്. ഓപ്ഷൻ ഡി. ആഡ് suitable question tag. Let's go for a walk. Option C. Shall we. If she had studied harder, she would have passed the exam. Collective noun correct. A pride of lions. One word substitute. A person who doesn't believe in existence of God. Option C. Atheist. Abundant ന്റെ antonym. Option C. Scanty. Correct spelling miscellaneous. Option A ആണ്. The minister presided over the meeting. CPO എക്സാം ഉള്ളവർ, ASM എക്സാം ഉള്ളവരൊക്കെ കണ്ട് പഠിക്കുക. If you find it useful, subscribe to our channel PSC Rank Up. Thank you.